അടുത്തത് ശ്രീമതി കാനത്തിൽ ജമീല, അങ്ങേക്ക് 9 മിനിറ്റാണ്. സർ, 15ാം നിയമസഭ നയപ്രഖ്യാപന പ്രസംഗത്തിനെ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള നന്ദി പ്രമേയത്തെ, ചന്ദ്രശേഖർ MLA നടത്തിയിട്ടുള്ള നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. സർ, UDFൻ്റെ ഇരുളടഞ്ഞ ഭരണത്തിൽ LDF ഇപ്പോൾ കയ്യേറിയിട്ട് ആ ഭരണം കൈയാളി 7.5 വർഷം മുമ്പോട്ട് പോവുകയാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന ഈ കേരളം വെറുതെയല്ല നമുക്ക് ആ നാമം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് നാട് മാറാൻ വലിയ രീതിയിലേക്കുള്ള പ്രയത്നം നടത്തിയിട്ട് പാകപ്പെടുത്തിയിട്ടുള്ള ഒരു മണ്ണാണ് സർ കേരളം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നവോത്ഥാന നായകന്മാർ, പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ നിലക്കാത്ത സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിലേക്കുള്ള അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾ ഉച്ചനീതിക്കും എല്ലാം തന്നെ എതിരായിട്ടുള്ള സമരങ്ങളായിരുന്നു ആ കാലത്ത് നടന്നിട്ടുള്ളത്. ആ കാലം മണ്ണ് പാകപ്പെടുത്തിയെടുത്തപ്പോഴാണ് 1957 EMSൻ്റെ സർക്കാർ നിയമത്തിലൂടെ അധികാരത്തിൽ വരുന്നത്, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ കാലത്താണ് എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും കുടിക്കട സമ്പ്രദായവും എല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നീടുള്ള ഓരോ കാലങ്ങളിലും LDF വരുന്ന കാലങ്ങളിൽ നമുക്ക് പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നു. അതേപോലെ തന്നെ സാക്ഷരതയടക്കമുള്ള കാര്യങ്ങൾ, എണ്ണി പറയാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ രേഖയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാലമായിരുന്നു സർ ആ കാലം. അതിനിങ്ങോട്ട് LDF വന്നപ്പോൾ ഈ സമയം വരെ വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് സർ കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിൻ്റെയും ഇടയിലുള്ള ഈ കൊച്ചുദേശം ഇന്ന് നമ്മുടെ ഭൂപടത്തിൽ മരതകക്കല്ലായി തിളങ്ങുന്ന രീതിയിലേക്ക് ഈ കേരളം മാറിയിരിക്കുകയാണ് സർ. വലിയ രീതിയിലേക്കുള്ള വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കഴിഞ്ഞ UDFൻ്റെ കാലത്ത് ഹൈവേ വലിയ പദ്ധതിയാണ്. ഈ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവുമായിരുന്നു നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേക്ക് തുടക്കം കുറിച്ചത് UDF തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഇച്ഛാശക്തി UDFനില്ലായിരുന്നു എന്നുള്ളതാണ്. ഏറ്റെടുക്കുമ്പോൾ വലിയ സമര പോരാട്ടങ്ങളെല്ലാം പല ഭാഗത്തു നിന്നും വന്നു. അതിൻ്റെ ഫണ്ടും അത്രത്തോളം കേരളത്തിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു വെച്ചിട്ടുള്ള ഹൈവേ അതോറിറ്റിയുടെ ഓഫീസുകളടക്കം പൂട്ടിപ്പോയിട്ടുള്ള ഒരു കാലമായിരുന്നു UDF ഭരിക്കുന്ന സമയത്ത്. അവിടെ നിന്നാണ് സർ 2016 അധികാരത്തിൽ വന്നിട്ടുള്ള LDF ഇച്ഛാശക്തിയോടെ അത് ഏറ്റെടുത്തിട്ടുള്ളത്. സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് കേന്ദ്രത്തോട് അറിയിച്ചു. അതിനനുസരിച്ച് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു. അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് കേരളത്തിന് ആവശ്യമായിരുന്നു. ആ രീതിയിലേക്കൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെ മടിച്ചു നിന്നുകൊണ്ട് തിരിഞ്ഞോടിയിട്ടുള്ള ഗവൺമെൻറ്റായിരുന്നു UDF. ഇതെല്ലാം തന്നെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയപ്പോൾ നമുക്കറിയാലോ, ഹൈവേ ഇപ്പോൾ ഏതാണ്ട് പണി തീരാനായി. 2025 ആകുമ്പോഴേക്കും അതിൻ്റെ പണി തീർന്ന് ഏറ്റവും നല്ല ഗതാഗത യോഗ്യമായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേ മാറുകയാണ്. കെ ഫോണിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. കോടതിയിൽ പോയിട്ടുണ്ട്, എത്രത്തോളം ആകുമെന്നറിയില്ല. സ്വന്തമായിട്ട് നമുക്ക് കേരളത്തിൻ്റെ ഒരു ഫോൺ കെ സ്മാർട്ട് ഏത് രീതിയിലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത്. ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമാണ് ഇതെല്ലാം എന്നുള്ളതാണ്. വാട്ടർ മെട്രോ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വാട്ടർ മെട്രോ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാലോ, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ടൂറിസം വികസിപ്പിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും കൈവച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലേക്ക് ടൂറിസം മുമ്പോട്ട് പോവുകയാണ്. ലൈഫ് പദ്ധതി, കിടക്കാൻ ഒരിടം വേണമെന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 57 കാലങ്ങളിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുടിക്കട സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു. അതിനടക്കമുള്ള സൗകര്യങ്ങൾ ഈ ഇടതുപക്ഷ അധികാരത്തിൽ വരുന്ന കാലത്ത് നടത്തിയിട്ടുള്ളതാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാലോ, ബേപ്പൂർ തുറമുഖം ഇപ്പോൾ ഗൾഫ് രാജ്യത്തേക്ക് പ്രവാസികളെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല. പ്രവാസികൾക്ക് ഏറ്റവും സൗകര്യം നമുക്കറിയാലോ, വിമാന കമ്പനിക്കാർ അവരുടെ കൊള്ളയാണ്. അവർക്ക് തോന്നുന്ന സമയത്ത് അതിൻ്റെ ടിക്കറ്റ് ചാർജ് കൂട്ടുക, അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെയായിരുന്നു. എന്നാൽ
വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന പ്രവാസികൾക്ക് ഏറ്റവും ലാഭകരമായിട്ട് കുറഞ്ഞ റേറ്റ് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് കപ്പൽ സമ്പ്രദായം കൊണ്ടുവന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങളാണത് ഏറ്റെടുക്കുമ്പോൾ. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ നാടിൻ്റെ അന്തസ്സിന് ലോകത്തുനിന്ന് എല്ലാ ഭാഗങ്ങളിലും ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. കേരളത്തെ പറ്റിയിട്ട് എല്ലാ കാലങ്ങളിലും ഒരാക്ഷേപമാണ് കേരളം നിക്ഷേപകർക്ക് പറ്റിയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല എന്നുള്ളതാണ്. എന്നാൽ ആ കുപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് ഈ കേരളം മാറി എന്നുള്ളത് അഭിമാനിക്കാൻ പറ്റും സർ. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ വികസനത്തിൻ്റെ എത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് സർ. എന്നിട്ടുണ്ട് ഈ UDFിൻ്റെ ഓരോ കാര്യങ്ങളൊന്ന് നോക്കൂ, എല്ലാത്തിനും വിമർശനമാണ്, തീരുന്നില്ലല്ലോ. UDF ഭരണത്തിൽ പട്ടിപറ്റി കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായിരുന്നു സർ. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ലാഭകരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. മാത്രവുമല്ല സർ, കേന്ദ്രം വിൽക്കാൻ വെച്ചിട്ടുള്ളതടക്കം ഏറ്റെടുക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളം മുമ്പോട്ട് പോകുന്നത്. അഭിമാനത്തിൻ്റെ നിറവിലാണ് സർ കേരളം ഇന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ്. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം നമ്മുടെ സ്വപ്നമായിരുന്നു. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി നമ്മുടെ ഈ കേരളം മാറുകയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് LDF ഭരിക്കുന്ന ഈ സമയത്ത് നമുക്കുണ്ടായിട്ടുള്ളത് സർ. എന്നിട്ടും ഇതെല്ലാം തന്നെ പറഞ്ഞാലും ഏതൊരു വികസനം കൊണ്ടുവരുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് UDF പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും സമരമാണ്, എല്ലാത്തിനും ബഹിഷ്കരണമാണ്, സകലത്തിനും ബഹിഷ്കരണം. ഒരു നല്ല കാര്യത്തിന് കൂടെ നിൽക്കില്ല എന്നുള്ളതാണ്. ഓർക്കുന്നു, നമ്മൾ ലോക കേരള സഭ പ്രവാസികൾ എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല. നമ്മുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് പ്രവാസികൾ. അവരുടെ കൂട്ടായ്മയാണ് കേരള സഭ, ലോക കേരള സഭ. ആ ലോക കേരള സഭ തുടങ്ങുന്ന സമയത്ത് 2 തവണ ഇപ്പോൾ നടത്തി. ആ 2 തവണയും ബഹിഷ്കരണമാണ്. ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല. അത് വേണ്ടാത്തതായിരുന്നു എന്നുള്ളതാണ്. വെറുതെ ഫണ്ട് ചെലവഴിക്കുന്നു എന്നുള്ളതായിരുന്നു. പ്രവാസികളെ പറ്റിയിട്ട് എങ്ങനെയാ ഈ രീതിയിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതും ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത് എന്തിനാണെന്ന് നമുക്കറിയില്ല. നവകേരള സദസ്സ് ബഹിഷ്കരിച്ചു. എന്നാൽ പോലും നമ്മൾ പറയാറില്ലേ, എട്ടുകാലും മൂഞ്ഞിൻ്റെ കാര്യം പറയാറുണ്ട്. എവിടെ നിന്നും ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്ന ഒരു രീതിയായിരുന്നു UDFന്. വാറുപൊട്ടിയ ചെരുപ്പും തൊക്കിൽ വെച്ച് നടക്കുന്ന ഒരു രൂപം നമ്മൾ കണ്ടു. UDFന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഒളിഞ്ഞു നോക്കുക. മുഖ്യമന്ത്രിയും വരുന്ന ബസ്സിന്റെ കാര്യത്തിലാണ് വലിയ ചർച്ചയായിരുന്നു എല്ലാ ഭാഗത്തും ബസ്സിന്റെ കാര്യത്തിൽ. ആ ബസ്സിൽ ഡൈനിങ് ഹാളുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ലിഫ്റ്റ് ഉണ്ട്. ഇത് ചികഞ്ഞു നോക്കുവാൻ അവിടെ മാധ്യമ കുട്ടപ്പന്മാരെയും കൂട്ടി നടക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. അലകടലായിട്ട് ഒഴുകിയെത്തി ജനങ്ങൾ നവകേരള സദസ്സിലേക്ക്. അതിൽ ഞങ്ങൾ LDFന്റെ ആളുകൾ മാത്രമായിരുന്നില്ല സർ, UDFന്റെ ആളുകളും ഉണ്ടായിരുന്നു, ഒന്നുമില്ലാത്തവരും ഉണ്ടായിരുന്നു. നിങ്ങളിലെല്ലാമായിട്ടുള്ളവരും അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അവരെ നിങ്ങൾ പുറത്താക്കാനൊക്കെ നോക്കി, പക്ഷെ അതൊന്നും കഴിയാത്ത കാര്യമാണ്. നല്ലതിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പുറത്തുണ്ട് എന്നുള്ളതാണ്, നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ളത്. നവകേരള സദസ്സ് ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലേക്കാണ് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ ജനങ്ങൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് LDFന് ഏറ്റവും നല്ല ബലം കൂടുന്ന ഒരു രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. കേരളീയം പദ്ധതി അത് തന്നെയായിരുന്നു സർ. ഒറ്റ മിനിറ്റ് കൂടി സർ, അനുവദിച്ച സമയം സർ. ഈ രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ എന്തിനാണ് സർ ഇങ്ങനെ എതിർക്കുന്നത്? ഇന്നലെ സഭ ബഹിഷ്കരിച്ചു. പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെൻഷൻ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ 5 മാസത്തെ പെൻഷൻ കൊടുത്തില്ല എന്നുള്ളത്
ഈ കുപ്രചരണങ്ങൾ നടത്തുകയാണ് സാർ. പെൻഷന്റെ കാര്യം നോക്ക്, 5 മാസമായി ക്ഷമ പെൻഷൻ കൊടുത്തിട്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓണത്തിന്റെ ഭാഗമായിട്ട് ആഗസ്റ്റിൽ 2 മാസത്തെ പെൻഷൻ കൊടുത്തു, 3200 രൂപ വീതം വിതരണം ചെയ്തു. നവംബർ 1 മാസത്തെ പെൻഷൻ 1600 രൂപ നൽകി. ഡിസംബറിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് 1 മാസത്തെ പെൻഷൻ നൽകി. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്നലെ ഇവർ സമരം നടത്തിയിട്ടുള്ളത്. സമരം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടേണ്ടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇപ്പം നേരിടുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതം കിട്ടാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാതെ കേന്ദ്രത്തിൽ ഇവിടെ 18 എംപിമാരുണ്ട് സാർ. സാർ നിർത്തുകയാണ്. 18 എംപിമാർ കേന്ദ്രത്തിലുണ്ട് സാർ. എന്തിനാണ് ഇവർ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ വോട്ട് വാങ്ങി കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ സാർ അവിടെ പോയിരിക്കുന്നത്? ഒരക്ഷരം കേരളത്തിന് വേണ്ടി സംസാരിക്കാറുണ്ടോ? അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഇന്നലെ നടത്തിയിട്ടുള്ള സമരത്തിന് എല്ലാവരും സമയക്ലിപ്തത പാലിച്ചിട്ടുണ്ട്. നല്ലതായിരുന്നു സാർ. സാർ, ഈ രീതിയിലേക്കുള്ള UDFന്റെ ഈ തീരുമാനവുമായിട്ട് പോകുമ്പോൾ ഭാവി കാലങ്ങളിലും കുറെ കാലങ്ങൾ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഒരു ആളുകളാണ് നട്ടെല്ലില്ലാതെ ഇപ്പൊ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നന്നാവാനൊന്ന് നോക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് സാർ. സാർ, ഈ